നമസ്കാരം. മൈജി ഓൺലൈനിൽ ഐഫോൺ 17 2900 രൂപ എന്നൊരു പരസ്യം കണ്ടു. ഈ പരസ്യം കണ്ട് എൻ്റെ സുഹൃത്ത് മൈജി ഓൺലൈൻ്റെ വെബ്സൈറ്റിൽ കയറി ഈ പറയുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നോക്കി. വെബ്സൈറ്റ് ഒക്കെ കറക്റ്റാണ്, ഇത് സ്കാം ഒന്നുമല്ല, മൈജി ഓൺലൈൻ തന്നെയാണ്. ഐഫോൺ 17 വില 2901 എന്ന് കാണിച്ചിട്ടുണ്ട്. 97% ഡിസ്കൗണ്ടിലാണ് ഈ ഫോൺ വിൽക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഓഫർ ഇത്ര മണിക്കൂറിനും ഇത്ര സമയത്തിനും ഇടയിൽ തീരുമെന്നും കൗണ്ട് ഡൗൺ ആയി എഴുതി കാണിക്കുന്നുമുണ്ട്. ഇതെല്ലാം വിശ്വസിച്ച് എൻ്റെ സുഹൃത്ത് 2900 ചില്ലാനം രൂപ ചിലവാക്കി 2 ഐഫോൺ 17 മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു. പേയ്മെന്റ് കൊടുത്തതിന് ശേഷം മൈജിയിൽ നിന്നും ബില്ലും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ മൈജിയിൽ നിന്നൊരു ഇമെയിൽ വരികയാണ്. ഞങ്ങളുടെ മൈജി ഓൺലൈൻ വെബ്സൈറ്റിൽ 2900 ചില്ലാനം രൂപയ്ക്ക് ഐഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞത് ഐഫോണിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്നും വളരെ കുറവാണ്. അതൊരു ടെക്നിക്കൽ എററാണ്. ഇത്രയും വില കുറച്ച് ഫോൺ വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സെയിലായി കണക്കാക്കരുത്. ഇതൊരു ഓഫർ മാത്രമായിരുന്നു, അതൊരു ടെക്നിക്കൽ എറർ ആയിരുന്നു. ആയതിനാൽ നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു, നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് കിട്ടും. ഇതായിരുന്നു ഇമെയിൽ സന്ദേശം. ഈ ഇമെയിൽ കിട്ടിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒന്നില്ലെങ്കിൽ ശുദ്ധ തട്ടിപ്പ്, അല്ലെങ്കിൽ മൈജിക്ക് ഒരു അബദ്ധം പറ്റി. രണ്ടായാലും ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഞാൻ ഒരു ഓഫർ കണ്ട് പണം അടച്ചൊരു സാധനം വാങ്ങി, ആ പണത്തിന് ആ സാധനം പ്രതീക്ഷിച്ചിരിക്കുന്ന എനിക്ക് അത് ക്യാൻസൽ ചെയ്തുകൊണ്ടൊരു മെയിൽ വരുമ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, എൻ്റെ സമയം പോയി, ആ തുക അങ്ങോട്ട് പോയി, അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ്, മറ്റു കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ആ സമയത്ത് വേറൊരു ഫോൺ വാങ്ങേണ്ടിയിരുന്ന ഞാൻ ഈ ഓഫർ കണ്ട് ഈ ഫോൺ വാങ്ങി എന്നൊരു അവസ്ഥ കൂടിയുണ്ടല്ലോ. ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഒട്ടും മടി കൂടാതെ എല്ലാവർക്കും കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. കൺസ്യൂമർ കോടതിയിൽ പോയി കൃത്യമായി ഇതിൻ്റെ ബില്ലും ഓഫറിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീൻഷോട്ട്സും എല്ലാം ഹാജരാക്കി കേസ് നടത്തണമെന്നേ. തോന്നുന്ന പോലെ ഒരു ഓഫർ റൺ ചെയ്യുക. ആ ഓഫർ അബദ്ധമായി പോയി എന്ന് പിന്നെ തോന്നുമ്പോൾ അതൊരു ടെക്നിക്കൽ എറർ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഓഫർ പിൻവലിക്കുക. നാട്ടുകാരുടെ പണം കൈവശപ്പെടുത്തി വെക്കുക. ഇത് തോന്നുമ്പോൾ തിരിച്ചു കൊടുക്കുക. ഇതിനെല്ലാം നമ്മൾ എന്ത് പിഴച്ചു? ഒരു കസ്റ്റമറുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾക്കെതിരെ നമ്മളെല്ലാം പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്.